ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 103-ാമത്തെ ദിവസം. ശ്രീമന്നാരായണീയം 10-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തെ നമ്മളിപ്പോൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടന്ന് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം പാരായണം ചെയ്ത് ഭാഷാഗാനം പാടി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവൽപ്രണുന്നാ പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. അധ സാ ഭവൽപ്രണുന്നഃ രുദ്രം ഏകാദശാഹ്വയതയാ വിഭിന്നരൂപം ച വിധായ ദയിതാ വനിതാ ച ദത്വാ താവന്തി പദാനി ച അദത്ത സാദരം തം പ്രജാവിരചനായ പ്രാഹ ച. ഇവിടെ അധാ സ അതിനുശേഷം ആ ബ്രഹ്മാവ്, അത് അവിടെ ഉള്ളിലെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഭവൽപ്രണുന്നഃ രുദ്രം ഏകാദശാഹ്വയതയാ, അവിടുത്തെ പ്രേരണ കൊണ്ട് എന്തുണ്ടായി? ആ രുദ്രന് ഏകാദശാഹ്വയതയാ വിഭിന്ന രൂപം ച വിധായ, രുദ്രന് 11 പേരും
ദയിത വനിതാച ദത്വ, അത്രയും പ്രിയതമകളായിരിക്കുന്ന സ്ത്രീകളെയും അതേപോലെ താവന്തി പദാനിച്ച അദത്ത, അത്രയും സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സാദരം തം, വളരെ വിനീതനായ അദ്ദേഹത്തോട് പ്രജകളെ സൃഷ്ടിച്ചാലും എന്ന് അരുളി ചെയ്യുകയും പ്രാഹ ച, അരുളി ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു. ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായത്തിലാണ് രുദ്രന്റെ അവതാരം നമുക്ക് കാണാൻ സാധിക്കുക. 13-ാമത്തെ അധ്യായത്തിൽ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നത്. അവിടെ ആരൊക്കെയാണ് ഈ രുദ്രന്റെ 11 ഭേദങ്ങൾ, 11 പത്നിമാര്, 11 സ്ഥാനങ്ങൾ എന്ന് 3 ശ്ലോകങ്ങളിലൂടെയായിട്ട് പറയുന്നു. മന്യുർ, മനുർ, മഹിനസോ, മഹാൻ, ശിവ, ഋതധ്വജ, ഉഗ്രരേത, ഭവകാലോ, വാമദേവോ, ധൃതവ്രത എന്ന് 11-ാമത്തെ ശ്ലോകത്തിലും ആ വനിതകൾ ആരൊക്കെയാണ്? ധീ വൃത്തി രുഷനോമാച, നിയുത്സർപ്പിരിളാംബിക, ഇരാവതി, സുധാ, ദീക്ഷ എന്നിങ്ങനെ വനിതകള്. ഹൃദിന്ദ്രിയാണ്യസുർവ്യോമ വായുരഗ്നിർജലം മഹി സൂര്യശ്ചന്ദ്രസ്തപശ്ചൈവ എന്ന് സ്ഥാനങ്ങളെയും കൽപ്പിച്ചു എന്ന് പറയുകയാണ്. ഹൃദയം, ഇന്ദ്രിയങ്ങള്, അതേപോലെ പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ്, ഇതാണ് രുദ്രന്റെ സ്ഥാനങ്ങളായിട്ട് കൽപ്പിച്ചത് എന്നും പറയുന്നു. എന്നിട്ട് ആ രുദ്രനോട് പ്രജാസൃഷ്ടി ചെയ്യാനായിട്ട് അവിടെ പറഞ്ഞു. ഒരിക്കൽ കൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലാം. ഏകാദശാഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവൽപ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. ഇനി ഈ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാള പരിഭാഷ ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. അവിടുത്തെ പ്രേരണയാൽ ബ്രഹ്മദേവൻ രുദ്രനേകി 11 പേരും ചേർന്ന സ്വരൂപങ്ങളും അതിനൊത്ത സ്ത്രീകളെയും സ്ഥാനങ്ങളും നൽകിയിട്ടു പ്രജാസൃഷ്ടി നടത്തുവാൻ അരുളി ചെയ്തു. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം. നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.